ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് പൈലി, വത്സ ആൻഡ് അഞ്ജലി. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. ലോകമെമ്പാടുമുള്ള വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ നമ്മുടെ നോയമ്പ് കാലത്ത് ഓശാന, ദുഃഖവെള്ളി, പെസഹ എന്നീ ദിവസങ്ങളുടെ പ്രാധാന്യം ഗാനങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. ഒട്ടനവധി ടീമുകളാണ് ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന ടീമിന് 35,000 രൂപ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനം. അതുപോലെ തന്നെ രണ്ടാം സമ്മാനം 15,000 രൂപയും മൂന്നാം സമ്മാനം 5,000 രൂപയുമാണ്. ഇത് കൂടാതെ 2 ടീമുകൾക്ക് കോൺസലേഷൻ പ്രൈസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും ലഭിക്കുന്നതാണ്. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. ആദ്യമായി വെൽക്കം ചെയ്യാം ബിനോയ് ചാക്കോ സർ, വെൽക്കം ടു ദി ഷോ. അടുത്തതായി വെൽക്കം ചെയ്യാം നമ്മുടെ മറ്റൊരു പ്രിയപ്പെട്ട ജഡ്ജിനെ, ശ്രീ ജെയ്സൺ സി സോളമൻ സർ, വെൽക്കം ടു ദി ഷോ. ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ടീം ഈസ്റ്റേൺ വോയ്സ് ആണ്. സോ നമുക്ക് അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ടീം ഈസ്റ്റേൺ വോയ്സ്. ഈസ്റ്റേൺ ക്വയർ ക്രൗൺ 2019 ഇന്നത്തെ എപ്പിസോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി എത്തിയിരിക്കുന്ന ടീം ഈസ്റ്റേൺ വോയ്സ്. സോ ജഡ്ജസ്, ഇവരുടെ ടീം ലീഡറോട് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഹായ്, നിങ്ങളുടെ ടീം ലീഡേഴ്സ്. യെസ് സർ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള CS ഈസ്റ്റ് കേരള ഡയസിൻ്റെ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൊയർ എന്നുള്ളത്, സംഗീതം എന്നുള്ളത് ഈസ്റ്റ് കേരള അവരുടെ ഒരു അഭിമാനവും കൂടെയാണ്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം അത്രയും നല്ലൊരു യൂണിഫോമിറ്റി, എല്ലാവരും ഒരേ കളറിൽ, നിങ്ങളുടെ വേ ഓഫ് ഡ്രസ്സിങ് ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തും ഒരു കോൺഫിഡൻസും ഉണ്ട്. സോ നന്നായി സ്മൈൽ ചെയ്ത് 100% കോൺഫിഡൻസോടെ ഇവിടെ നിന്ന് പെർഫോം ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, സോ ജഡ്ജസ്, നമ്മുടെ ടീം ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അവർ പെർഫോമൻസിലേക്കായി റെഡി ആയി നിൽക്കുകയാണ്. സോ നമുക്ക് അവരുടെ ഫസ്റ്റ് പെർഫോമൻസ്, അതായത് ഓശാന ഗാനം ആലപിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് കടക്കാം. സോ ടീം ഈസ്റ്റേൺ വോയ്സ്.
ടീം ഈസ്റ്റേൺ വോയിസിന്റെ ഓശാന ഗാനമാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ വളരെ മനോഹരമായി തന്നെ ഈ ഗാനം ആലപിച്ചിരിക്കുന്നു. പക്ഷേ ഞാനല്ല അത് പറയേണ്ടത്, നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ബിനോയ് സർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ്? ടീം ഈസ്റ്റേൺ വോയിസ് വളരെ മനോഹരമായി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗാനമായിരുന്നത്. നിങ്ങൾ നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. എൻ്റെ എല്ലാ പല്ലവി, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ബീജി മുതൽ അവസാനത്തെ സ്റ്റാൻസ് വരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്കൊരു ചെറിയ സജഷൻ ഉള്ളത്, നമ്മുടെ പാട്ടുകളുടെ ലിറിക്സിൻ്റെ ഒരു ക്ലാരിറ്റി. നമുക്ക് ഇപ്പം നിങ്ങൾ ഇത്രയും പേര് കൂടി നിന്നുകൊണ്ട് പാടുന്നതുകൊണ്ട് കൂടി ആയിരിക്കാം പലയിടത്തും ലിറിക്സ് നമുക്കതിൻ്റെ മനസ്സിലായില്ല എന്താ പാടുന്നുള്ളൂ. കുറച്ച് അത് നമ്മുടെ ഈ സിംഗിങ് സ്റ്റൈല്, ഈ 4 പാർട്സ് നമ്മൾ പാടുമ്പം നമ്മുടെ മലയാളത്തെ കുറച്ചുകൂടി ഒന്ന് ഉൾക്കൊള്ളണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ തനി വെസ്റ്റേൺ സ്റ്റൈലാണത് ഫോളോ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ പാടുമ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ അക്ഷരങ്ങളുടെ ഒരു പ്രയോഗം അത് മാറുമ്പോഴാണ് നമുക്ക് ലിറിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസം വരുന്നത്. നല്ല കോർഡിനേഷനും നല്ല ഹാർമണി എല്ലാം ഗംഭീരമായിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളുടെ പ്രസൻറ്റേഷൻ എവ്രിതിങ് വാസ് ഗുഡ് എക്സെപ്റ്റ് ഈ ഒരു അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം മലയാളം പാടുമ്പോൾ നമുക്ക് ഓഡിയൻസ് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ ലിറിക്സ്, കാര്യം അവരും കൂടെ ആ ലിറിക്സിൻ്റെ കൂടെ ഒന്ന് പോകണം. നമ്മൾ ഈ 4 പാർട്സ് പാടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തിന് ഈ ദീർഘങ്ങൾ, നമ്മൾ ആ കാര്യങ്ങൾ, ചില അക്ഷരങ്ങൾ ദീർഘമില്ലാത്തടത്ത് നമ്മൾ പാർട്സ് പാടുമ്പോൾ നമ്മൾ ദീർഘം പാടേണ്ടി വരും. അപ്പം അങ്ങനെ പാടുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ചില പദങ്ങളൊക്കെ പാടുമ്പോൾ അത് ഒരു ഭയങ്കര അർത്ഥവ്യത്യാസങ്ങളുണ്ടാവും. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായിരിക്കും. നമുക്കല്ലാതെ പാടാൻ പറ്റും. ഒരു ചെറിയ ബ്രേക്ക് ചെയ്തൊക്കെ പാടാം. ഇപ്പം എന്ത് നല്ല ദിവസം യേശു എന്നുള്ളൊരു പാട്ടുണ്ട്. അതിനകത്ത് മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ എന്ന് പാടുമ്പോൾ നമ്മളെല്ലാവരും മീത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ എന്ന് പാടും. അപ്പോൾ ഒരു മീ കഴിഞ്ഞ മീക്കും ത്രായ്ക്കും ഇടയ്ക്ക് ഒരു ചെറിയ പോസ് കൊടുത്താൽ മിത്രങ്ങൾ നിന്ന് പാടാം. എന്ന് പാടിയാൽ കൃത്യമായിട്ട് അത് എന്താണ്, ആ പദം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ 4 പാർട്സ് പാടുമ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും മനോഹരമായി തീരും. കാര്യം ഇത് ഞങ്ങളെ എവ്രി ബിറ്റ് ഓഫ് യുവർ സോങ് അത് ഞങ്ങൾ എൻജോയ് ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു, പിച്ചിങ് പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. നിങ്ങളുടെ ഈ പ്രസൻറ്റേഷൻ തന്നെ വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് അത് കൺവേ ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജെയ്സൺ സർ. ടീം ഈസ്റ്റേൺ വോയിസ്, നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിമനോഹരമായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. ഇപ്പം ബിനോയ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഓരോ മ്യൂസിക്കും ഓരോ കൾച്ചറാണ്, ഓരോ സ്റ്റൈലാണ്. അത് വേറൊരു ഭാഷയിലേക്കും കൾച്ചറിലേക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ് പൊതുവെ കണ്ടുവരുന്നത്. നമ്മളിവിടെ വരുന്ന എല്ലാ ടീമുകളോടും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണത്. മലയാള ഭാഷ മാത്രം വേൾഡിൽ നമുക്ക് മറ്റു രീതിയിൽ ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഭാഷയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഹിന്ദിയൊക്കെ ഏത് അക്ഷരം എവിടെ മുറിച്ചാലും അർത്ഥം മാറില്ല. പശുവെ കിളി പിടിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പശു വെകിളി പിടിച്ചു എന്ന് പറയേണ്ട സ്ഥാനത്ത് അത് കഴിഞ്ഞിട്ട് ഒരല്പം മാറിയാണ് പറയുന്നതെങ്കിൽ രണ്ടിൻ്റെ അർത്ഥമായിപ്പോവും എന്ന് പറയുന്നത് പോലെ ചില വാക്കുകൾ അങ്ങനെ, അത് നിങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആ മീറ്ററിങ്ങിനും ടൈമിങ്ങിനും ആ ഒരു ആക്സെൻറ്റിങ്ങിനും വേണ്ടി നമ്മൾ ചെയ്യുമ്പം ഈ ഭാഷയുടെ അർത്ഥവ്യത്യാസം മാറുന്നുണ്ടൊരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് ആ സിംഗിങ് സ്റ്റൈൽ നന്നായിട്ട് മാറ്റാൻ പറ്റും, കാരണം നന്നായിട്ട് കഴിവുള്ളവരാണ്. പിന്നെ ശ്രുതിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അതിനൊന്നും ഒന്നും പറയാനില്ല, കാരണം വെൽ ട്രെയിൻഡാണ് നിങ്ങളുടെ സിംഗ് കേൾക്കും പറയാം. ആ പ്രോഗ്രഷനൊക്കെ കറക്റ്റായിട്ട് സൊപ്രാനോയും ആൾട്ടായും ടെനറെല്ലാം വന്നപ്പോൾ നല്ല രസമായിരുന്നു. ചില സ്ഥലത്ത് മാത്രം സൊപ്രാനോ മെയിൻ പോകുന്ന മെലഡി ഈ ലൈന് ഒരിത്തിരി ഓളിയും കുറവുള്ളവർ തോന്നി. എനിക്ക് തോന്നുന്നത് ഈ മെയിൽ വോയിസ് ഫീമെയിൽ വോയിസ് തമ്മിലുള്ള അവരുടെ ആരോഗ്യത്തിൻ്റെ തന്നെ പ്രശ്നമായിരിക്കാം, അല്ല പ്രത്യേകത തന്നെയായിരിക്കാം വരുന്നത് ചില പോർഷൻസ് പാടുമ്പോൾ. അപ്പോൾ അതും കൂടെ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഹാർമണിയായി. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഈ ഒരു കാര്യം മാത്രമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് വളരെ മനോഹരമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ ടീം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കേട്ടില്ലേ? അടുത്ത റൗണ്ടിനുള്ള സമയമായിരിക്കുകയാണ്. സോ ഈ ഒരു ഫീഡ്ബാക്ക് ഓർത്തിട്ട് അടുത്തുള്ള പെർഫോം ചെയ്യുക. ഓക്കെ? സോ ജഡ്ജസ്, ഇവരുടെ അടുത്ത റൗണ്ടിനുള്ള സമയമായിരിക്കുകയാണ്. സോ ടീം ഈസ്റ്റേൺ വോയിസ് അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്നത് പെസഹ ഗാനം ആലപിക്കുന്നതാണ്. സോ ജഡ്ജസ്, നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് കടക്കാം. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ൽ ടീം ഈസ്റ്റേൺ വോയിസ് ഇപ്പോൾ ആലപിച്ചത് പെസഹ ഗാനമായിരുന്നു. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം ഇവരുടെ ഈ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ജെയ്സൺ സർ. ഗാനം ആസ്വദിച്ചു വന്നപ്പോൾ അത് തീർന്നു പോയി. ഗെത്സമനയിലെ കർത്താവിൻ്റെ പ്രാർത്ഥന, അത് കോഴ്സ് പ്രോഗ്രഷനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. കയറി ഇറങ്ങി പോകുന്നത് എനിക്ക് ഒന്ന് രണ്ട് ചെറിയ സ്ഥലത്ത് എനിക്ക് തോന്നിയത്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർലോഡ് കഴിഞ്ഞിട്ട് വന്ന് കയറുന്ന സ്ഥലത്ത് എല്ലാവരും കൂടെ ഒരേ സമയം ചില സ്ഥലങ്ങളിൽ തുടങ്ങാൻ അല്പമൊക്കെ താമസിച്ചെന്നൊരു സംശയം. അതും കൂടെ കറക്റ്റായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിയാൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് തന്നെ ഞാൻ ലയിച്ചു പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി ഒരു ക്ലാരിറ്റിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഭാഷയുടെ. ഇനിയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഈ മലയാള ഭാഷ ആയതുകൊണ്ട് അതൊന്ന് മാത്രം നോക്കിയാൽ ഓക്കെയാണ്. ഇതാരാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യിച്ചത്? ജോൺസൺ മാസ്റ്റർ. ജോൺസൺ. വലിയൊരു താങ്ക്സ് അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ പറയുന്നു. കാരണം ഇത്ര മനോഹരമാണ്, മ്യൂസിക്കലാണ് കാരണം അറേഞ്ച് ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രഷൻസ് ഈ കോഡുകളെല്ലാം പാടുമ്പം കൃത്യമായിട്ടല്ല എങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഒട്ടും പറ്റത്തില്ല.
പ്രത്യേകിച്ച് ആഡ് കോഡ്സുകളെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും നോർമലി ഉള്ള കോഡ്സ് എല്ലാം പിന്നെ നമ്മൾ കേട്ട് വൈകാട്ടാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലുള്ള നോട്ടുകളെല്ലാം വന്നു കഴിയുമ്പോൾ അത് കറക്റ്റല്ല പാടുന്നെങ്കിൽ തൊട്ടടുത്തിരുന്ന് പാടുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് പോകും. ബസ്സിൻ്റെ ശബ്ദം കേട്ടാലും അതിൻ്റെ പുറകെ പോകുന്ന പോലെ ആയിപ്പോവും. പക്ഷെ അതൊന്നും വരാതല്ല, കൃത്യമായിട്ട് നിങ്ങൾ വളരെ വെൽ ട്രെയിൻഡ് ആയിരുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ മാസ്റ്റർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജെയ്സൺ സർ. ബിനോയ് സർ? പാട്ടിൻ്റെ കാര്യമൊക്കെ ജെയ്സൺ പറഞ്ഞല്ലോ, വളരെ മനോഹരമായ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ്. അതുകൊണ്ട് ഇനി പാട്ടിലേക്ക് കിടക്കുന്നില്ല, അതിൻ്റെ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജെയ്സൺ പറഞ്ഞു കഴിഞ്ഞു. ഈ പാട്ട് ഈ ആഴ്ച, ഈ ഈസ്റ്റർ വീക്ക്, അതിന് വളരെ അനുയോജ്യമായ ഒരു സോങ്ങാണ്. ജെയ്സൺ പറഞ്ഞ പോലെ കർത്താവിൻ്റെ പ്രാർത്ഥന, ആദ്യം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. കർത്താവിൻ്റെ വ്യഥ, താൻ അനുഭവിച്ച മാനസിക പീഡ, എന്നാൽ അതൊക്കെ മനുഷ്യരെ ഓർത്തപ്പോൾ യേശു ഒരുങ്ങി ക്രൂശിനായി തുനിഞ്ഞു അൻപിനാൽ. യേശുവിൻ്റെ വലിയ അൻപ്, വലിയ ദയ, ആ ദയ മൂലം യേശുവിൻ്റെ വ്യഥയൊക്കെ താൻ അതൊക്കെ നിസ്സാരമായി തള്ളിക്കൊണ്ട് പിതാവിനോട് ആദ്യം ചോദിക്കുന്നു, കഴിയുമെങ്കിൽ ഇത് പാനപാത്രമെങ്കിൽ നീക്കണമേ, ഞാനത് കുടിക്കണോ എന്നാണ് ആദ്യത്തെ വരികളിൽ കാണുന്നത്. എങ്കിലും താതാ നിൻ്റെ ഹിതമാകട്ടെ, എന്നിഷ്ടമല്ല. അപ്പോൾ യേശുവിൻ്റെ ഇഷ്ടമൊക്കെ മാറ്റി വെച്ചിട്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ, അതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ ആഴ്ച നാം എന്നും ഓർക്കേണ്ടത് അതാണെങ്കിലും ഈ ആഴ്ച പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് ഓർക്കേണ്ട ഒരു ദിനങ്ങളാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ ജെയ്സൺ പറഞ്ഞ പോലെ കേട്ടിങ്ങനെ സൂചിച്ചു വന്നപ്പോഴത്തേക്ക് പാട്ട് തീർന്നുപോയി. ഇനിയുണ്ടല്ലേ പാട്ട്? ഒരു സ്റ്റാൻസ കൂടെ ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് തീർന്നുപോയി. അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസിൽ യേശുവിൻ സ്നേഹത്തെ പാപി മറക്കാമോ, യേശുവിനായി നിൻ ഹൃദയം നൽകാതിരിക്കാമോ. ഈ ആഴ്ച എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണത്. നിങ്ങളത് ഓഡിയൻസിന്, പ്രേക്ഷകരോടെല്ലാം ചോദിച്ചു. ഇനി പ്രേക്ഷകർ അത് ഏറ്റെടുത്തുകൊണ്ട് അവരോട് തന്നെ ചോദിക്കട്ടെ, യേശുവിൻ്റെ സ്നേഹത്തെ പാപിയായി ഞാൻ മറക്കാമോ, യേശുവിനായിട്ട് എൻ്റെ ഹൃദയം നൽകിയിട്ടില്ലെങ്കിൽ അതെനിക്കിനി ഇനി അത് നീട്ടിവെക്കുവാൻ കഴിയുമോ, നൽകാതിരിക്കാമോ എന്നുള്ളൊരു മനോഹരമായൊരു ചോദ്യം. ആ ഗാനത്തിൻ്റെ ഒരു വളരെ ഡെപ്തുള്ളൊരു സോങ്ങാണ്. നിങ്ങൾ ആ ഗാനം പാടിയത് ആളുകളെ ഒന്ന് ചിന്തിപ്പിക്കുവാനിടയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓൾ ദി ബെസ്റ്റ്. വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബിനോയ് സർ. ടീം നല്ല കമൻസ് ആണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത റൗണ്ടിനുള്ള സമയമായിരിക്കുകയാണ്. ടീം ഈസ്റ്റേൺ വോയിസ് അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്നത് ദുഃഖവെള്ളി ഗാനമാണ്. ഞാൻ വിശ്വസിക്കുന്നു.
ഈസ്റ്റേൺ വോയിസ് ഇപ്പോൾ ആലപിച്ചിരിക്കുന്നത് ദുഃഖവെള്ളി ഗാനമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ ലിറിക്സ് ഉള്ളൊരു ഗാനം തന്നെയായിരുന്നു അവരിപ്പോൾ പാടിയത്. പാപം എന്നിൽ നിന്ന് നീക്കാൻ തുടങ്ങുന്ന വളരെ മനോഹരമായി അവരത് പാടി. സോ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ബിനോയ് സർ, വളരെ മനോഹരമായൊരു സെലക്ഷൻ. ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ പാടാൻ തിരഞ്ഞെടുത്ത ഗാനം ഏറ്റവും ഈ ദിവസത്തിന് പറ്റിയ ഒരു ഗാനമാണ്. നമുക്കെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന പാട്ടാണ്. റവറൻഡ് ടി കോശി അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ വരികൾ. മാനുവൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മനോഹരമായിരുന്നു. നിങ്ങൾ ഓരോ സോങ് വരുന്തോറും കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്നുള്ളത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മ്യൂസിക്കിന് അതിനെക്കുറിച്ച് കൂടുതൽ ജെയ്സൺ പറയും. ഈ പാട്ട് ഇന്ന് ആളുകൾ കേൾക്കേണ്ട പാട്ടാണ്. കാരണം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകി ഒഴുകി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് അയച്ചൊരിഞ്ഞു എന്ന് ഓർപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായ പാട്ട്. ലോകം മുഴുവൻ അത് ഓർത്തിരിക്കേണ്ട ഒന്നാണ്. പലരും അത് ഓർക്കുന്നില്ല. ഈസ്റ്റർ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത് കേവലം ഒരു നോമ്പുകാലം, പതിവ് പോലൊരു നോമ്പുകാലം. കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ നോമ്പ് ആചരിക്കും. അതിന് ശേഷം അതിൻ്റെ എല്ലാം കേട് തീർത്ത് നമ്മൾ ഈസ്റ്ററിന് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. ഇതൊരു കേവലം ഒരു ആഘോഷത്തിലേക്ക് മാത്രം മാറിയത് വളരെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ഗാനം നമ്മോട് പറയുന്നത് പാപക്കറ നീക്കും അതിൽ മുങ്ങിത്തീർന്നാൽ ആരും. യേശുവിൻ്റെ രക്തത്തിൽ മുങ്ങുന്ന ഓരോ വ്യക്തിക്കും, അതിൽ കുളിക്കുന്ന ഓരോ വ്യക്തിക്കും പാപത്തിൽ നിന്ന് മോചനമുണ്ട് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ് ഈ ഗാനം. എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ലൈന്, തൻ മുറിവിൻ രക്തനദി ഞാൻ കണ്ടതിന് ശേഷം വീണ്ടെടുപ്പിൻ സ്നേഹം താൻ ചിന്ത എന്നുമെന്നും. ഹൃദയ ചിന്ത എന്നുമെന്നും. ആ യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ആ യേശുവിൻ്റെ മുറിവ് കണ്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം, അതെന്നെ വീണ്ടെടുക്കുവാനായിരുന്നല്ലോ എന്നുള്ള സ്നേഹം മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ളൂ എന്നാണ് റവറൻഡ് ടി കോശി അവർകൾ ഈ ഗാനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. യേശുവിൻ്റെ മുറിവുകൾ യഥാർത്ഥമായി കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയൊരു കാര്യം പറയാൻ കഴിയുള്ളൂ. എൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്ന് പറയുന്നത് യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹമാണ്. ഈ ലോകത്തോട് കാണിച്ച, എല്ലാ മാനവജാതിയോടും കാണിച്ച, എല്ലാ പാപത്തിനും പരിഹാരമായി തൻ്റെ മുറിവ്, നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരു യേശുവിനെ ഓർക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്ത ഏതായിരിക്കട്ടെ, യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം. എത്രമാത്രം പ്രത്യേകതയുള്ളതായിരുന്നു. നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. യേശുവിൻ്റെ സ്നേഹം മാത്രമാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ എല്ലാവരെയും ഓർപ്പിച്ചു. ഈ ഈസ്റ്റർ ദിനങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരുടെ ചിന്ത ഇതായി തീരട്ടെ. അവരുടെ ചിന്തയൊന്ന് മാറ്റി മറിക്കുവാൻ, കേവലം ഒരു ആഘോഷം എന്നുള്ളതിൽ നമുക്ക് ഉപരി അത് മാറി ചിന്തിച്ച് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് ആഴമായി ചിന്തിക്കുവാൻ ഈ ഗാനം അവരെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര മനോഹരമായിട്ട് നിങ്ങളത് പ്രസൻറ്റ് ചെയ്തു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിനോയ് സർ. ജെയ്സൺ സർ, ഈ ഗാനത്തിൻ്റെ സെലക്ഷൻ തന്നെ ഏറ്റവും അനുയോജ്യമായ ഒരു സെലക്ഷൻ തന്നെയായിരുന്നു. യേശുവിൻ്റെ മരണം എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. വാസ്തവത്തിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇവിടെ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ വരുന്ന ഏത് ടീം പാടിയാലും വെറുതെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതൽ ഈ ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഗാനങ്ങളിലൂടെ ഈ ലോകത്തിന് നല്ലൊരു വലിയൊരു സന്ദേശം അയക്കുകയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മളൊരു പാട്ടിൻ്റെ മനോഹാരിത അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മെസ്സേജ് അത് വലിയ പ്രാധാന്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ബൈബിളിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ്. ബൈബിളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ ഒരു രക്തത്തിനും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റാതിരിക്കുമ്പോൾ ദൈവകുഞ്ഞാടിൻ്റെ രക്തം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്ന് പറയുന്നത്
അത് ലോകത്തോട് എപ്പോഴും വെളിപ്പെടുത്തേണ്ട ഒന്നാണ്. അത് നമ്മുടെ ഈ ഈസ്റ്റർ ദിനങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ പാടുന്ന ഏത് പാട്ടും ലോകത്തിന് വലിയൊരു സന്ദേശമായി തീരുക. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടി ഇത് പാടുന്ന നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ്, ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി വേൾഡ് ടു വേൾഡ് ചാനലിന് ഈ ഒരു പ്രോഗ്രാം ഈസ്റ്റേൺ കൊയർ ക്രൗൺ 2019 ഈ ഒരു പ്രോഗ്രാമിനുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും അടിവരയിടുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി നമ്മൾ കൊയറുകളെല്ലാം കേൾക്കുന്നൊരു പാട്ട് തന്നെയാണിത്. എല്ലാം സൂപ്പർ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് ജെയ്സൺ സർ. അപ്പോൾ ടീം വീണ്ടും നിങ്ങൾക്ക് വളരെ നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്തതായി ടീം ഈസ്റ്റേൺ വോയിസ് പെർഫോം ചെയ്യുന്നത് സുവിശേഷം റൗണ്ടാണ്. സോ ഈ ഒരു സുവിശേഷ ഗാനം റൗണ്ടിൽ ഇവർ 2 ഗാനങ്ങളാണ് ആലപിക്കേണ്ടത്. സോ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ.
അങ്ങേക്കായി കാക്കുന്നു ഞാൻ, അങ്ങേക്കായി ഓടുന്നു ഞാൻ, അങ്ങേക്കായി കാക്കുന്നു ഞാൻ, അങ്ങയിൽ ചേരുവോളം നിത്യം സ്തുതിച്ചിടും ഞാൻ, അങ്ങയിൽ ചേരുവോളം നിത്യം സ്തുതിച്ചിടും ഞാൻ. നിത്യനാം ദൈവമേ, നിത്യനാം യേശുവേ, നിത്യതയോളം നിന്നെ നിത്യം സ്തുതിച്ചിടും ഞാൻ, നിത്യതയോളം
ക്വയർ ക്രൗൺ 2019-ൽ ടീം ഈസ്റ്റേൺ വോയിസിൻ്റെ സുവിശേഷ ഗാനം റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇവരുടെ പെർഫോമൻസ് എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് ഇവരുടെ ഈ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജഡ്ജസിനോട് ചോദിക്കാം. ബിനോയ് സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സുവിശേഷ ഗാനം റൗണ്ട്? സുവിശേഷ ഗാന റൗണ്ടിലെ 2 പാട്ടുകളും വളരെ നന്നായിട്ട് പാടി. നല്ല ഒരാഹ്വാനമായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് സോങ്, ദൈവജനമേ ഒരുങ്ങുക നാം, കൊയ്ത്തിന് യജമാനൻ വിളിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി, അത് ആളുകളെ ഒന്ന് റിമൈൻഡ് ചെയ്യായിരുന്നു. കൊയ്ത്തിൻ്റെ യജമാനൻ വിളിക്കുന്നു, നിലങ്ങൾ ഒരുക്കാൻ വേല ചെയ്യാം കർത്താവൻ വരവനായി. നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് ഈ ഗാനത്തിലൂടെ നിങ്ങളെല്ലാവരെയും ഓർപ്പിച്ചത്. ദൈവജനം എന്നുള്ള ഗാനം നിങ്ങൾ നന്നായിട്ട് പാടി. 1-2 സ്ഥലങ്ങളിൽ ചെറിയ, എനിക്ക് തോന്നുന്ന മോളിലോട്ട് പോയ ചരണം, 2 ചരണത്തിൻ്റെയും ഭയം ലേശം വേണ്ടിനിയും അതുപോലെ ദൈവ പൈതലായി മോളിലോട്ട് പോയ പോർഷനിലൊരു ചെറിയ പിച്ചിങ് പ്രോബ്ലം. അതൊരു വലിയ പ്രോബ്ലം അല്ല, എങ്കിൽ പോലും അത് ഇച്ചിരി ഹൈ നോട്ടാണ്. അതുകൊണ്ടായിരിക്കാം അവിടെ ഒരു ചെറിയ പിച്ചിങ് പ്രോബ്ലം തോന്നി. പക്ഷേ വളരെ മനോഹരമായിരുന്നു. അതുപോലെ നിത്യനാം ദൈവമേ എന്നുള്ള ഗാനം, അതും നന്നായിട്ട് പാടി, വളരെ മനോഹരമായിരുന്നു. അതൊരു സ്തുതിഗീതമാണ്. സുവിശേഷ ഗാനം എന്നുള്ളതിലുപരി ഒരു സ്തുതിയുടെ, ആരാധനയുടെ ഒരു ഗീതമാണ്. ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു ആഹ്വാനം. നിത്യതയോളം നിന്നെ നിത്യം സ്തുതിച്ചിടും ഞാൻ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കർത്താവിനെ സ്തുതിക്കുക. ഈ ഈസ്റ്റർ ദിവസങ്ങളിൽ നമുക്ക് ഓർക്കുവാനുള്ളത് അതാണ്, യേശുവിനെ സ്തുതിക്കുക. നന്മകൾ ഓർത്തുകൊണ്ട്, ആ പീഡകൾ ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, ത്യാഗങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. വളരെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ എല്ലാ പാട്ടുകളും പാടി. അതാണ് നിങ്ങളുടെ പ്രത്യേകത. നല്ല ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ട്രെയിനർ, ക്വയർ മാസ്റ്റർ വളരെ മനോഹരമായി നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കോൺഫിഡൻസ് നിങ്ങളെല്ലാ ഗാനത്തിലും നിങ്ങളുടെ പാട്ടിലുണ്ടായിരുന്നു, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഈസ് റിയലി ഗുഡ്. നല്ല ഡ്രസ്സ്, വളരെ പ്ലസൻ്റായിട്ട് പാടി. ഓർക്കസ്ട്ര അവർ വളരെ മനോഹരമായിട്ട് പ്ലേ ചെയ്തു. നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങൾ അവർക്ക് കൊടുത്തത്. യാതൊരു സംശയമില്ല, വളരെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ പാടി. വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. ഈ ഗാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ, നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈസ്റ്ററിനൊരു നല്ല സംഗീത വിരുന്നായിരുന്നു നിങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത്. ഭാവിയിലും എല്ലാ നന്മകളും സർവശക്തനായ ദൈവം പകർന്നു കൊടുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഗാനങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് യേശുവിൽ മാത്രമുള്ള രക്ഷയെക്കുറിച്ചാണ്. ഈസ്റ്റർ ദിനങ്ങളിൽ നമുക്ക് ഓർക്കാം യേശുവിൻ്റെ രക്ഷ. ഈ ഗാനങ്ങളൊക്കെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കും അതൊരു വലിയ പ്രചോദനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാപത്തിൻ്റെ പരിഹാരം, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം, വിടുതൽ, അത് യേശുവിലാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ ഗാനങ്ങൾ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇതുപോലുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇതൊരു വലിയ കമ്മിറ്റ്മെൻ്റാണ്. ഈ പ്രത്യേകിച്ച് ഈ കൊയർ ഗ്രൂപ്പ്, ഇത് നിങ്ങൾ ഒരുമിച്ച് കൂടുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിലെ കാര്യങ്ങളും ജോലി കാര്യങ്ങളും ഇതൊക്കെ മാറ്റിവെച്ച് ഇതിനുവേണ്ടി കമ്മിറ്റഡായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇതുപോലെയൊക്കെ പാട്ടുകൾ അവതരിപ്പിക്കാൻ കഴിയൂ. സോ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് ദൈവം ധാരാളമായി അതിനുള്ള പ്രതിഫലം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ജെയ്സൺ സർ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ ആദ്യമായിട്ട് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനായിട്ട് സമയം കണ്ടെത്തി ഇത്ര മനോഹരമായി നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ നല്ല ഹാർമണിയോടുകൂടി നിങ്ങളത് അവതരിപ്പിച്ചു. ഇൻസ്ട്രുമെൻറ്റ് മ്യൂസീഷ്യൻസിനെ കുറിച്ചൊന്നും പറയാത്തത് മറ്റൊന്നുമല്ല, കാരണം നിങ്ങളിൽ നിന്ന് മറ്റൊരു ഡ്രോബാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അറ്റൻഷൻ പാട്ടിൽ നിന്നൊരിക്കലും പോയിട്ടില്ല. നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് വളരെ ആപ്റ്റായിരുന്നു. പ്രത്യേകിച്ച് ലൈവ് പെർഫോം ചെയ്യാമെന്ന് പറയുന്നത് ഇപ്പോൾ അത് നാമമാത്രമായി കാണുന്ന സമയത്ത് നിങ്ങളത് അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ, അതിന് അഭിനന്ദനീയമാണ്. അങ്ങനെ വരണം. കാരണം നമ്മുടെ കഴിവ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്.
എന്നാലേ എപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ഒരു കാര്യത്തിൽ. എനിക്ക് പക്ഷേ ഈ ഒരു ഗാനം പാടിയതിന് ശേഷം ഞാനൊരു ചെറിയ ധർമ്മസങ്കടത്തിലായി. മറ്റൊന്നുമല്ല, നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ഈ ഗാനങ്ങൾ ഉച്ചാരണശുദ്ധിയോടുകൂടി പാടിയത്. എന്തുകൊണ്ട് ഇതിനു മുമ്പത്തെ 3 പാട്ടുകൾ അങ്ങനെ പാടിക്കൂടാ? ഞങ്ങളെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടോം ആൻഡ് ജെറി എന്നുള്ള കാർട്ടൂൺ കാണാത്തവരായിട്ട് ആരുമില്ല ഇല്ലേ? ഇപ്പം നമ്മളൊരു കാട്ടിൽ പോയിട്ട് അവിടെയുള്ള ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഈ വീഡിയോ കാണിച്ചാലും ടോമും ജെറിയും എന്താണ് ചെയ്യുന്നുള്ളത് മ്യൂസിക്കിലൂടെ കാണിക്കാൻ പറ്റും, അറിയാൻ പറ്റും. എക്സ്പ്രഷൻസ്, ഭാഷ, മ്യൂസിക് യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അതിന് മ്യൂസിക്കിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് ലിറിക്സ് വേണമെന്നില്ല. പക്ഷേ നമ്മൾ ലിറിക്കൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ടാണ് ഇത് രണ്ടും ഈ സുവിശേഷ ഗാനത്തിൻ്റെ കാറ്റഗറിയിലുള്ള 2 പാട്ടിനും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കണം. നിങ്ങൾ പാടുന്നത് എന്താണോ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ബാക്കി 3 പാട്ടുകളും നമുക്കതങ്ങനെ മനസ്സിലാകത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷീറ്റ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. അപ്പം അത് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇങ്ങനെ പാടുന്നുണ്ട് എന്താണ് കുഴപ്പം? നിങ്ങളിപ്പോൾ പാർട്സ് എല്ലാം പാടി, ആദ്യത്തെ പാട്ട് പാടിയത് നിത്യനാം ദൈവമേ, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളങ്ങനെ ചിലപ്പോൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ കാലാകാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം. മ്യൂസിക് ഒരു സ്റ്റൈലാണ്, ആ സ്റ്റൈൽ നമ്മൾ പാടിയേ പറ്റൂ. പക്ഷേ ഓരോ ഭാഷയുടെ ഉച്ചാരണം അത് തന്നെയാണ്, അതിന് മാറ്റമില്ല. കാരണം എന്നാലേ നമുക്കത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റൈലിൽ നിന്ന് മറ്റൊരു സ്റ്റൈലിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രത്യേകതയാണ് 2 ഭാഷയായതുകൊണ്ട്. അതുകൊണ്ടുള്ള ഒരു ഇതേ തോന്നിയുള്ളൂ. പക്ഷേ നിങ്ങൾക്കിത് 2 പറ്റും, നിങ്ങളിത് ഓൾറെഡി തെളിയിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ 4 പാർട്സ് ആയിട്ട് പാടുന്ന ഏത് പാട്ടാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പാടാൻ പറ്റും. കാരണം അങ്ങനെയേ പാടാവൂ. ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിങ്ങനെ ഒരു മ്യൂസിക് ടൂറിൽ US പോയ സമയത്ത് ഒരു ഇംഗ്ലീഷ് കോൺഗ്രിഗേഷനിലൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റീവ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു വലിയ മ്യൂസീഷ്യൻ സിംഗർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. ഞാൻ നിങ്ങളുടെ ഈ ഇംഗ്ലീഷുകാരുടെ അടുത്ത് വന്ന് അല്ലെ അമേരിക്കൻസിൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെ പാടിയാൽ അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പാടുന്നത് എന്താണെന്ന് മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് അമേരിക്കൻ ആക്സെൻറ്റിൽ ഒരിക്കലും പാടാനൊക്കെയില്ല, ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ പാടാനൊക്കെയില്ല. ഈ അമേരിക്കയിലുള്ള ആളുകൾ തന്നെ അമേരിക്കയുടെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പല ആക്സെൻറ്റിലാണ്. അവർക്ക് ആക്സെൻറ്റില്ല, സ്വന്തമായിട്ട് ആക്സെൻറ്റില്ല. പല മെക്സിക്കോയിലുള്ള ആളുകൾ സ്പാനിഷുകാർ ഇംഗ്ലീഷ് പാടുമ്പോൾ അത് അവരുടെ സ്റ്റൈലിലാണ് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആക്സെൻ്റ് എന്നുള്ളൊരു പ്രോബ്ലമാക്കി കാണരുത്. നമ്മൾ പാടുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകണം. അത് നിങ്ങളുടെ ഭാഷയിൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ അത് പാടിയാൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അന്നങ്ങനെ അവിടെ പാടാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം തന്നു. അതുകൊണ്ട് നമ്മളെവിടെ പോയാലും മലയാളം നമുക്കറിയാം, നമ്മുടെ മലയാളം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം മലയാളത്തിൻ്റെ തനിമ നിലനിർത്തുക. ഇപ്പം നിങ്ങൾ പാടിയല്ലോ, ജെയ്സൺ പറഞ്ഞില്ലേ, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഇത് പാടി. ആ ഒരു ആക്സെൻറ്റ് പ്രോബ്ലം ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു 4 പാർട്സ് പാടിയപ്പം എല്ലാ അക്ഷരങ്ങളും വാക്കുകളും കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയാമോ? ഇപ്പം കാണുന്ന ഒരു ജനറേഷനിൽ നമ്മൾ പാടി കേൾക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം, യേശുവേ യേശുവേ എന്ന് പറയുമ്പോൾ ഷൂവിന് ദീർഘുക, യേശുവേ അങ്ങനെ പാടിയ എന്താ കുഴപ്പം? അതാണ് ഭാഷയെ എന്താണെന്ന് അറിഞ്ഞാണ് ട്യൂൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പാടേണ്ടത്. അപ്പം യേശുവേ എന്ന് പറയുമ്പോഴത്തേനും ഷൂ എന്നുള്ളത് ദീർഘമാവുന്നത്. അപ്പം യേശുവേ അത് നമ്മൾ സാധാരണ വായിച്ചു കഴിഞ്ഞാൽ യേശുവേ എന്ന് വായിക്കുള്ളൂ. എന്തുകൊണ്ട് ദീർഘമായിട്ട് നമ്മൾ വായിക്കില്ല അത്? അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു അത് തന്നെ നമ്മൾ പാടുമ്പോഴും കേൾക്കുന്ന വ്യക്തിക്ക് ആശയം മനസ്സിലാക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ മറ്റു രീതിയിലും പാടുമ്പോൾ മറ്റു രീതിയിലാക്കി കഴിയുമ്പോഴത്തേനും ഭാഷ വികലമായി പോകും. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് വന്നിരിക്കുന്ന അതൊരു കുഴപ്പമായിട്ടല്ല, ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പാടുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. വിനോദ് ചേട്ടൻ്റെ അനുഭവം അത് ശരിക്കും എന്താ പറയുക, നല്ലൊരു നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവർ പറയുമ്പോൾ കുറച്ചും കൂടെ അത് ആധികാരികമാണ്. നമ്മളാരും ഇംഗ്ലീഷുകാരല്ലാത്തത് കൊണ്ട് നമ്മളത് അങ്ങനെയാണ് ധരിച്ചു വെക്കുമ്പം അവർ ഡയറക്റ്റ്ലി അങ്ങനെ തന്നെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഭാഷ ഏത് ഭാഷയാണെങ്കിലും അതാത് ഭാഷയിൽ അതിൻ്റെ ഉച്ചാരണം ഏറ്റവും പ്രാധാന്യമാണ്.
അത് നിങ്ങളത് തെളിയിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജെയ്സൺ സർ. സോ ടീം കമൻസ് ഒക്കെ നമ്മൾ കേട്ടു. സോ ഈ ഇപ്പോൾ കിട്ടിയ ഒരു കമൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്ന ഒരു കമൻറ്റാണ്. സോ അത് കീപ്പ് ഇൻ മൈൻഡ് ഓൾവേസ്. സോ ഇനി നമുക്ക് നിങ്ങളുടെ മാർക്സ് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം, ടീം ഈസ്റ്റേൺ വോയ്സിന് ബിനോയ് സർ എത്ര മാർക്കാണ് നൽകിയിരിക്കുന്നതെന്ന്. 5 പാട്ടുകൾ, ഓശാന ഗാനം, പെസഹ ഗാനം, ദുഃഖവെള്ളി, സുവിശേഷ ഗാനങ്ങൾ, അതിനോട് ചേർന്ന് നമ്മുടെ അപ്പിയറൻസിനുള്ള മാർക്ക്, ഇതെല്ലാം കൂടി 50 മാർക്ക് 60-ൽ നിന്ന്. 50 ഔട്ട് ഓഫ് 60. 50 ഔട്ട് ഓഫ് 60 ആണ് ടീം ഈസ്റ്റേൺ വോയ്സിന് ബിനോയ് സർ നൽകിയിരിക്കുന്നത്. ജെയ്സൺ സർ 51 ഔട്ട് ഓഫ് 60. 51 out of 60, which makes it a total of 101 out of 120. സോ ടീം ഈസ്റ്റേൺ വോയ്സ് നിങ്ങൾക്ക് വളരെ നല്ല മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 101 out of 120. അതൊരു ചെറിയ കാര്യമല്ല. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് ഇനിയും ടീംസ് വരാനുണ്ട്. അവരുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു വൺസ് അഗൈൻ. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ടീം ഈസ്റ്റേൺ വോയ്സ് ആണ് ഇന്നിവിടെ പെർഫോം ചെയ്തത്. അവർ വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. സോ നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ പുതിയ ടീമും അവരുടെ പുതിയ പുതിയ ഗാനങ്ങളുമായി വീണ്ടും കാണാം. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചത് പൈലി, വത്സ ആൻഡ് അഞ്ജലി.